ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. അവരെല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് ചരിക്കാവുന്നതാണ്. അതിനു മുമ്പ് ഇത് ആദ്യമായിട്ട് ദർശിക്കുന്നവരാണ് അല്ലെങ്കിൽ ശ്രവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അത് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ ആണ്. ജീവിത സാഹചര്യങ്ങൾ പലർക്കും പല രീതിയിലുള്ള തിക്ത അനുഭവങ്ങളിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്ര ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ക്ഷേത്ര ദർശനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളെല്ലാം പരിപൂരിതമായി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നാലും ദുഃഖമാണ് നമുക്ക് വന്നു ചേരുന്നത് എന്നുണ്ടെങ്കിലാണ് അത് മുൻ ജന്മാന്തര കർമ്മഫലം, അതേപോലെ ദൂഷ്യമായിട്ടുള്ള അവസ്ഥകൾ ജീവിതഭാവത്തിലേക്ക് വരുവാനുള്ള ശത്രുദോഷങ്ങളും. അന്നേരം ഇതൊക്കെ കാരണമാകാം നമ്മുടെ ജീവിതത്തിന് ഒട്ടേറെ നെഗറ്റീവ് എനർജികൾ വന്നു ചേരുന്നതാണ്. അവിടെ നമ്മുടെ ഋഷി ശ്രേഷ്ഠമായിട്ടുള്ള ആ പരമ്പര പകർന്നെടുത്തു തന്ന ഒരു മഹാമന്ത്രമാണ് ഇന്നത്തെ നമ്മുടെ നിത്യജീവിതത്തെ വളരെ രീതിയിൽ മനോഹരമാക്കുന്നത്. മന്ത്രം ഏതാണ് എന്നായിരിക്കും നമ്മുടെ ചിന്ത. ആ മന്ത്രം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ നിസ്സാരമായി തോന്നും. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഗുരു ഉപദേശമോ അല്ലെങ്കിൽ വെച്ച് ഒട്ടേറെ കാര്യങ്ങൾ അനുവർത്തിക്കുകയോ അല്ലെങ്കിൽ പുഷ്പ ഭാവത്തിലുള്ള പൂജനമോ ഇതൊന്നും ആവശ്യമില്ല. എല്ലായ്പ്പോഴും ഈ മന്ത്രം വളരെ ലളിതമായ ഈ മന്ത്രം അങ്ങോട്ട് ഉച്ചരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ലത് വന്നു ചേരും എന്ന് ആത്മാവിനെ പരിപൂർണമായിട്ട് ദൃഢമാക്കിക്കൊണ്ട് വേണം ഈ മന്ത്രം ഉച്ചരിക്കുവാൻ. ഇതേതാണ് മന്ത്രം എന്ന് ചോദിക്കുമ്പോൾ ഹനുമൽ മന്ത്രമാണ്. ഹനുമൽ മന്ത്രം എന്ന് പറയുന്നത് ഹനുമാൻ എന്ന ദേവൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ളൊരു മഹാമന്ത്രമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിത പ്രാരാബ്ധങ്ങളിൽ ഉളവായിരിക്കുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിന് 16 അക്ഷരമാണ് പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് മറ്റൊരു നാമധേയം കൂടി കൽപ്പിക്കണുണ്ട് ശാസ്ത്രം. കലിസന്ധരണ മഹാമന്ത്രം. കലിയിൽ നിന്ന് മോക്ഷത്തെ ലഭ്യമാക്കണ മഹാമന്ത്രം. അതിൻ്റെ നാമധേയം പറയുമ്പോൾ ഷോഡശാക്ഷരി മന്ത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മന്ത്രം ഇത്രയേ ഉള്ളൂ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് വളരെ നിസ്സാരമായി നമുക്ക് തോന്നുമെങ്കിലും ഇത് നിഷ്ഠയോടുകൂടി നമ്മൾ ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ മന്ത്രം അങ്ങോട്ട് തനിയെ ഉരുവിടുക. എത്ര സംഖ്യ നമുക്ക് തയ്ക്കാൻ പറ്റും എന്നുള്ളതല്ല, ഒരു ദിവസം നമ്മൾ എത്ര ചൊല്ലുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രാതിനിധ്യം. ഇത് തുടർച്ചയായിട്ട് അങ്ങനെ മുന്നോട്ട് ചൊല്ലിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നീടുള്ള ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക.
ഇനി പിതൃദോഷമായിരുന്നാലും രാഹുർദോഷമായിരുന്നാലും ഗ്രഹദോഷ പീഡകളായിരുന്നാലും വസ്തു സംബന്ധമായിട്ടുള്ള വിഷയാദികളായിരുന്നാലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങളായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്നെല്ലാം നമുക്ക് മികച്ചൊരു മാറ്റത്തെ ഈ മന്ത്ര ഉപയോഗത്തിലൂടെ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതം വളരെയധികം മുന്നോട്ട് പോകുവാൻ മറ്റുള്ള അസ്ത്രമോ അല്ലെങ്കിൽ അംഗമന്ത്രമോ അല്ലെങ്കിൽ ധ്യാനമന്ത്രമോ ഒന്നുമില്ലാതെ ഈ ഷോഡശാക്ഷരി മന്ത്രം കൃത്യമായിട്ട് അങ്ങോട്ട് ഉരുവിടുക. അതിന് ദീപപ്രകാശത്തിൻ്റെയോ അല്ലെങ്കിൽ ശരീരശുദ്ധിയുടെയോ ഒന്നും ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സിനാണ് ശുദ്ധി വരേണ്ടുന്നത്. ആ മനസ്സിൻ്റെ ശുദ്ധിയാൽ ഇത് മുന്നോട്ടങ്ങോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിരൂപിച്ചോളൂ. ആ സമയത്ത് നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ട് ശ്രദ്ധയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ അരികിലേക്ക് പോകും എന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെ നമ്മൾ ആ മനസ്സിനെ അതിലേക്ക് സൂക്ഷ്മമായിട്ട് ധന്യമാക്കിക്കൊണ്ട് ഈ മന്ത്രം ഉരുവിട്ട് നമ്മൾ പോകുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, നമ്മൾ എത്തേണ്ടുന്നിടത്ത് എത്തുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഇരട്ടി പ്രതിഫലനം നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ആ പ്രതിഫലത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉളവാക്കുകയും ചെയ്യും. അത് പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം പണമില്ലാത്തവനെന്നും പിണത്തിന് സമമാണ് എന്ന. നമ്മുടെ കയ്യിൽ കാശുള്ള സമയം അല്ലെങ്കിൽ ധനം നിലനിൽക്കുന്ന സമയം, ആരോഗ്യമുള്ള സമയം, ഈ സമയങ്ങളിൽ മാത്രമേ നമുക്ക് കൂട്ടുകാരും ബന്ധുമിത്രാദികളും ഇനി കേവലം എന്താ മാതാപിതാക്കളും സഹോദരങ്ങൾ പോലും നമ്മുടെ കൂടെ ഉളവാകുകയുള്ളൂ. ഇതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വേണ്ട. അതെ, ഇതിനെയെല്ലാം ധന്യമാക്കുവാൻ ഉപകരിക്കണ ഒരു അതീവ വൈശിഷ്ടമുള്ള ഒരു മഹാമന്ത്രമാണ് ഈ ഷോഡശാക്ഷരി മഹാമന്ത്രം. നിത്യം അനുദിനവും അനുഷ്ഠിച്ചു നോക്കൂ. ജീവിതം എന്ന് പറയണത് നല്ല വിശന്നിരിക്കണ സമയഭാവത്തിൽ നല്ല പാലട പ്രഥമൻ കുടിച്ച പ്രതീതിയായിരിക്കും എന്നതുപോലെയാകും. അനേക നാളുകൾ വിണ്ടുകീറി ജലാംശം വറ്റിയ പാടശേഖരത്തിൽ മഴ പെയ്തതിന് സമമാകും ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിട്ട് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോഴോ. പെട്ടെന്നൊന്നിലും സുഖത്തെ കൊണ്ടുവരുവാൻ സാധ്യമല്ല. പക്ഷേ ആ സുഖം നമ്മളിലേക്ക് എത്തുവാൻ അധിക സമയം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരികയില്ല. ഒരു ഉറച്ച ഭക്തിയോട് ഉറച്ച വിശ്വാസത്തോടു കൂടി ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ഈ മഹാമന്ത്രത്താൽ ജീവിതത്തിൽ ഉളവായിരിക്കുന്ന എന്തെല്ലാം ദൂഷ്യവശങ്ങളുണ്ടോ അതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യുവാൻ ഈ ഷോഡശാക്ഷരി മന്ത്രത്തിന് കഴിയും. അരം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക, നല്ല ഭക്തിയോട്. പിന്നെ ഏതൊരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ദൃഢനിശ്ചയം, ആത്മാവിനെ ദൃഢനിശ്ചയത്തിലാക്കി വേണം ഇതനുഷ്ഠിക്കുവാൻ. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഫലം ഉളവാകും എന്ന് ഉറപ്പുള്ള മനസ്സോടുകൂടിയായിരിക്കണം. പതറരുത് എന്നർത്ഥം. പല പല പ്രതിസന്ധികൾ നമ്മളെ തരണം ചെയ്യുവാനുള്ള പ്രേരകമായിട്ടുള്ളൊരു മഹാമന്ത്രമാണ്. പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെല്ലാം തട്ടി മാറ്റുവാനുള്ള ആ ഊർജ്ജമൂല്യവും നമുക്ക് ഉളവാകും ഈ മന്ത്ര ഉപാസനയിലൂടെ.
ഇതൊന്ന് അനുഷ്ഠിച്ച് നോക്കിയിട്ട് ജീവിതം മനോഹരമാണ് എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ വ്യക്തമായ അനുഭവത്തിൽ കൂടിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്. കാരണം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക. നമ്മളിനി ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ഈ ഒരു കർമ്മം അതേപോലെ അനുഷ്ഠിച്ചാൽ 100 ഇരട്ടി ഫലമാണ് നമ്മളിൽ വന്നു ചേരുക. സന്ധ്യാദി വന്ദനാദി സമയഭാവങ്ങളിൽ നമ്മുടെ ഗ്രഹത്തിൽ ഈ മന്ത്രം അനേക ആവർത്തി, എന്തോത്തിനാ നമ്മൾ കൂടുതൽ മന്ത്രങ്ങൾ ഇങ്ങനെ അനുദിനം ഉരുവിടുന്നത്? ഈ ഒരൊറ്റ മന്ത്രം കൃത്യമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കണ ഒരു മഹാനിഷ്ഠയാണ് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കില്ല. അത്ര വിശിഷ്ടമാണ്. അന്നേരം ശ്രദ്ധയോടുകൂടി ആചരിക്കുക. നല്ലൊരു ലോകത്തെ ധന്യമാക്കി മുന്നോട്ട് പ്രയാണം ചെയ്യുവാനുള്ള ഓജസ്, വീര്യം, യശസ്, കീർത്തി എന്നിവ വന്നു ചേരുന്നതാണ്. അന്നേരം ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. പ്രകൃതിയുടെ കർമ്മതലത്തിൽ സഞ്ചരിക്കണ മനുഷ്യന് പ്രകൃതിയെ തന്നെ ഗുരുവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താള, ലയ, രാഗവിന്യാസഭാവങ്ങളാൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ ധന്യമാക്കുവാൻ സാധിക്കും. നമ്മൾ പ്രകൃതിയെ തന്നെ ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ മതി. പ്രകൃതിയിലേക്ക് തന്നെ ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ മതി. പ്രകൃതിയിൽ ഉളവായിരിക്കുന്ന ഓരോ കർമ്മതലങ്ങളും നമ്മൾ ശ്രദ്ധയോട് വീക്ഷിച്ചു കഴിഞ്ഞാൽ മനുഷ്യജീവിതം എത്ര പുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിങ്ങനെയൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ഫലം ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങളിൽ എത്തിച്ചിരിക്കും. ദുഃഖമല്ല വേണ്ടുന്നത്, സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് നേരിടാൻ ഇതേ ഉള്ളൊരു മാർഗം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഹരി ഓം സത്.